ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലാണുള്ളത്. പ്രത്യേകിച്ചൊരു ഫിക്സ്ഡ് പ്ലാൻ ഇല്ല. പ്രൈമാർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പോയിട്ടില്ല, അപ്പോൾ അവിടെ ഒന്ന് പോകണമെന്നുണ്ട്. പിന്നെ ലെറ്റ്സ് സീ. അക്വലോജിക്ക അല്ലേ? വേറെ ഒരെണ്ണം കൂടെ എടുക്കാം. ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ഈ 2 ലിപ്സ്റ്റിക്സും ഞങ്ങൾ രണ്ടുപേരും അസർബൈജാനിൽ പോയപ്പോൾ വാങ്ങിയതാട്ടോ. ഇത് ആക്ച്വലി ഒരു ടർക്കിഷ് ബ്രാൻഡാണ്. ഭയങ്കര നല്ല പ്രൊഡക്ട്സ് ആണ്. ഞാൻ ഇവരുടെ ഐബ്രോ ജെല്ല്, മസ്കാര, പിന്നെ ലിപ്സ്റ്റിക്സ് അങ്ങനെ കുറച്ച് സാധനം വാങ്ങി. ആൻഡ് ഐ റിയലി ലൈക്ക് ദ ബ്രാൻഡ്, സോ ഐ തോട്ട് ഓഫ് റെക്കമെൻഡിങ് ഇറ്റ് ടു യു ഗൈസ് ആസ് വെൽ. ഗെറ്റ് റെഡി വിത്ത് മീ ആണോ? അപ്പം ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതായിരുന്നു. ഇത് മിർത്തിഫ് സിറ്റി സെൻറ്റർ ആണ്. ആക്ച്വലി ഐ എം നോട്ട് എൻ ഇമ്പൾസ് ബയർ. എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ആദ്യം പോയി നോക്കും. ആൻഡ് ഇഫ് ഇറ്റ്സ് സ്റ്റിൽ ദെയർ ഇൻ മൈ മൈൻഡ് ഫോർ സം ടൈം, എസ്പെഷ്യലി ഇഫ് ഇറ്റ്സ് എൻ എക്സ്പെൻസീവ് തിങ്, ദെൻ ഐ വിൽ ഗോ ബാക്ക് ആൻഡ് ബൈ ഇറ്റ്. അങ്ങനെ ഞങ്ങൾ ആദ്യം പ്രൈമാർക്കിലേക്കാണ് പോയത്. ഇതുവരെ അവിടെ പോയിട്ടില്ലായിരുന്നു. ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കി നടന്നു, പക്ഷെ ഒന്നും വാങ്ങാൻ തോന്നിയില്ല. ഒരു പെർട്ടിക്കുലർ ഐറ്റം നോക്കി പോയതല്ലാത്തത് കൊണ്ടായിരിക്കും. പിന്നെ അടുത്തുള്ള പാൻഡോറയിൽ പോയി. മൈ സിസ്റ്റർ wanted to buy a ring, പക്ഷെ അവള് നോക്കിയിരുന്ന ആ ഒരു പെർട്ടിക്കുലർ റിംഗ് അവിടെ ഉണ്ടായിരുന്നില്ല. പാൻഡോറയുടെ ഈ ബ്രേസ്ലെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നാളായിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു സാധനമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് എന്തെങ്കിലും വാങ്ങുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ആദ്യം നോക്കും, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അത് തന്നെ വേണമെന്ന് തോന്നിയാൽ ഐ വിൽ ഗോ ഫോർ ഇറ്റ്. സോ മേ ബി സം ഡേ ഐ വിൽ ഗെറ്റ് വൺ ഫോർ മൈ സെൽഫ്. 1-2 തവണ അതിൻ്റെ പുറകെ പോകേണ്ട വന്നാലും എനിക്കത് പ്രശ്നമില്ല. ബട്ട് ഐ വോണ്ട് ടു ബി ഷുവർ ഓഫ് ബൈയിങ് ദാറ്റ് സർട്ടൻ തിങ്. നെക്സ്റ്റ് ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് അൽവർക്കിലുള്ള B60 ബർഗേഴ്സിലാട്ടോ പോയത്. ഇവിടുത്തെ ക്ലാസിക് ബീഫ് ബർഗർ ആട്ടോ ഞങ്ങൾ ട്രൈ ചെയ്തത്. ഇത് ഭയങ്കര അടിപൊളിയാണെന്ന് ഇവളെന്നോട് കുറേ നാളായിട്ട് പറയാം. അങ്ങനെ വി ഫൈനലി ട്രൈഡ് ദാറ്റ്. ഇത് ആക്ച്വലി നല്ല അഫോർഡബിൾ ബർഗറാണ്. 15 ദിർഹം ആയിരുന്നു. ആൻഡ് ഓൾസോ ലെമണേഡിന് 3 ദിർഹമാണ് ആയത്. സോ ഐ വുഡ് റേറ്റ് ദിസ് 8 out of 10. സർപ്രൈസ് ചെയ്യാൻ പോകും. അവളിപ്പം നഴ്സറിയിലാണ്. അപ്പോൾ യൂഷ്വലി ബസ്സിലാണ് വരാറ്. ഫ്രൈഡേ ഈവനിങ് ആണ്. കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ ഡയറ്റ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ബിക്കോസ് നാളെ എൻ്റെ ഒരു പല്ലെടുക്കണം. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും. അപ്പം ഞങ്ങളിതാ പുറത്ത് പോകുവാണ്. കഞ്ഞിയും പൂരിയോ? ഇരിസ ഉറങ്ങിപ്പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അവൾക്ക് ഫുഡ് ഞാൻ വീട്ടിൽ നിന്നേ കൊടുത്തു. പിന്നെ ഞങ്ങൾ ഇന്ന് വന്നത് നെയ്യാഭാന്തി റെസ്റ്റോറൻറ്റിലാണ്. ഞാനിവിടെ ഫസ്റ്റ് ടൈം വന്നേക്കുന്നത്. ഒരുപാട് റിവ്യൂസ് കേട്ടിട്ടുണ്ട്. എപ്പോൾ ഈ വഴി പാസ് ചെയ്താലും ഭയങ്കര തിരക്കുമാണ്. അപ്പം ഞങ്ങളൊരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തു. ചിക്കൻ ബിരിയാണി, അഫ്ഗാനി നാൻ, പിന്നെ ചിക്കൻ ഹാന്തിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഫുഡൊന്നും പറയാനില്ല, ഭയങ്കര നല്ലായിരുന്നു. എനിക്ക് ചിക്കൻ ഹാന്തിയും പിന്നെ അഫ്ഗാനി നാനുമാണ് ഏറ്റവും ഇഷ്ടമായത്. ബിരിയാണി നല്ലതാണോ? ശരിക്കും നല്ലതാണോ? ബിരിയാണി നമുക്ക് സവാള കിട്ടി അവസാനം. ഫ്രൈഡ് ഓണിയൻ അവസാനം കിട്ടി.
ഇന്നാണ് എനിക്ക് ഡെൻറ്റിസ്റ്റ് അപ്പോയിൻമെൻ്റ് ഉള്ളത്, വിസ്ഡം ടീത്ത് റിമൂവലിന്. ഞാനിപ്പോൾ ദുബായ് വന്നിട്ട് 3 വർഷമായി. എല്ലാവരും എന്നോട് ഇവിടുത്തെ ഡെൻ്റൽ എക്സ്പീരിയൻസ് ഭയങ്കര ബാഡാണെന്നാണ് നാട്ടിൽ നിന്ന് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ 4ാമത്തെ വിസ്ഡം ടീത്താണ് ഈ റിമൂവ് ചെയ്യുന്നത്. പക്ഷേ ഇതിനായിരുന്നു എനിക്ക് ഏറ്റവും ടെൻഷൻ ഉണ്ടായിരുന്നത്. ഞാൻ റിമൂവ് ചെയ്തത് കരാമയിലെ കിങ്സ് ഡെൻ്റൽ സെൻറ്ററിൽ നിന്നാണ്. ഡോക്ടർ ഷമീറാണ് ചെയ്തത്. എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ കാമാക്കി നല്ല രീതിയിൽ അറ്റൻഷൻ തന്നിട്ടാണ് എക്സ്ട്രാക്ട് ചെയ്തത്. ആൻഡ് വെൻറ്റ് ഔട്ട് വെരി സ്മൂത്ത്ലി. ബട്ട് യെസ്, നാട്ടിലെ വെച്ച് നോക്കുമ്പം ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പല്ലെടുത്ത് കുറച്ച് നേരത്തേക്ക് ഞാൻ ജ്യൂസ് മാത്രമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി ഇപ്പോൾ ഭയങ്കര വിശപ്പായി. ഡിന്നറിന് കിസൈസിലുള്ള അൽനൂർ റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫിഷൊക്കെ മസാല ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ അവർ തവ ഫ്രൈയോ ഗ്രില്ലോ എന്താണെന്ന് വെച്ചാൽ ആക്കിത്തരും. എനിക്ക് ഭയങ്കര കട്ടിയുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടൊരു സ്ക്രാമ്പിൾഡ് എഗ് ഓർഡർ ചെയ്തു. പിന്നെ ഈ തവ ഫ്രൈ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു, ഹമ്മൂറിൻ്റെ. അപ്പോൾ അതും കഴിച്ചു. ഇതൊരു മാംഗ്ലൂരിയൻ ഡിഷാണ്, നമ്മുടെ കൊഴുക്കട്ട പോലെ. ഇതും നല്ലതായിരുന്നു. ഞാനെൻ്റെ ചെറുപ്പത്തിൽ കഴിക്കുമായിരുന്നു. ചെറുപ്പത്തിൽ പറഞ്ഞാൽ വളരെ പണ്ട് കഴിച്ചിട്ടുണ്ട്. സൺഡേ മോർണിംഗ്, സോ ബ്രേക്ക്ഫാസ്റ്റ് ഔട്ടിംഗ് ആസ് യൂഷ്വൽ. ഇന്ന് വന്നിരിക്കുന്നത് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മോളിലെ ഐ ഹോപ്പിലാണ്. പ്ലേ ഏരിയയോ? ഇപ്പോൾ UAE നല്ല ചൂടാണ്. അതുകൊണ്ട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ വീക്കെൻഡ്സിൽ പുറത്ത് പോയി കഴിക്കുക, റെസ്റ്റോറൻറ്റ്സിൽ പോവുക, അല്ലെങ്കിൽ മോളിൽ പോവുക. ഈ 2 ഓപ്ഷനാണ് ഉള്ളത്. എനിക്കിപ്പോഴും ആ ഒരു വിസ്ഡം ടീത്ത് എടുത്തതിൻ്റെ സ്വെല്ലിംഗ് ഉണ്ട്, കുറച്ച് പെയിനും ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്ക് എടുക്കും ഫുൾ ഒന്ന് ഓക്കെ ആവാൻ. അപ്പോൾ അതുവരെ ഫുൾ റെസ്റ്റ് ആയിരിക്കും. ബുക്ക് എന്തിനാ? ഷീ നെവർ ലീവ്സ് ദ ഹൗസ് എംറ്റി ഹാൻഡഡ്. എന്തെങ്കിലും ഒരു ടോയ് അല്ലെങ്കിൽ ഒരു ബുക്ക്, ഒരു ബാഗ്, അവളുടെ എന്തെങ്കിലും ഒരു സാധനമായിട്ടായിരിക്കും അവൾ പുറത്തെപ്പോഴും വരിക. ചില സമയത്ത് കൈ നിറച്ചും സാധനമായിട്ട് വരും. ആൻഡ് ലാസ്റ്റ് ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ഐറ്റം മാത്രം എടുത്ത് 1-2 ഐറ്റം മാത്രം എടുത്തിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ആക്ച്വലി മിക്ക ടോട്ട്ലേഴ്സിനും ഇങ്ങനെ ഒരു കംഫർട്ട് ഐറ്റം കൊണ്ട് നടക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാവും. ഞങ്ങൾ പാൻകേക്സ് ആണ് ഓർഡർ ചെയ്തത്. അതാകുമ്പം എനിക്കും ച്യൂ ചെയ്യാൻ എളുപ്പമാണ്, ഇർസയ്ക്കും ഇഷ്ടമാണ്. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഫെസ്റ്റിവൽ സിറ്റി മോളിലുള്ള ഐ ഹോപ്പിലാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് സ്ട്രോബെറി ന്യൂയോർക്ക് ചീസ് പാൻകേക്ക്, പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ, പിന്നെ ഞാനൊരു മാക്കിയാട്ടോ ഐസ്ഡ് കോഫി, ഇപ്പം എന്താ പറഞ്ഞ കോഫി പോട്ട് അല്ലേ, കാപ്പി. ഇച്ച എന്താ ഓർഡർ ചെയ്തെന്ന് പറഞ്ഞേ? എന്താ ഓർഡർ ചെയ്തെന്ന് പറ. ഇവിടുത്തെ ഈ വ്യൂ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ രാത്രിയിലാണ് ഇവിടെ കുറച്ചുകൂടെ രസം. ഫൗണ്ടെയിൻ ഷോയും ലൈറ്റ്സും ഒക്കെ കൂടെ നല്ലൊരു ആംബിയൻസ് ആണ്. കുറച്ച് നാൾ മുമ്പ് വിൻ്റർ ടൈമിൽ ഞങ്ങളിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരുന്നു. അന്നൊരു ജോർജിയൻ ക്വിസിൻ കഴിക്കാൻ. ഷ്മെറൂളി എന്ന് പറഞ്ഞൊരു ഡിഷാണ് അത്. ഞങ്ങൾ ജോർജിയയിൽ പോയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ്. അപ്പോൾ അതിങ്ങനെ തപ്പിപ്പിടിച്ച് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് കഴിച്ചിരുന്നു. അപ്പം ഞാൻ അന്നത്തെ ക്ലിപ്സ് കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി. ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ പോയ ലവാഷാണ് കുറച്ചുകൂടി ഇഷ്ടമായത്. കുറച്ചും കൂടെ റേറ്റ് കുറവായിരുന്നു, അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. സോ വെൻ കമ്പയർഡ് എനിക്ക് ഒന്നുകൂടെ ലവാഷാണ് ഇഷ്ടമായത്. വിസ്ഡം ടൂത്ത് എടുത്തോണ്ട് ഫുഡ് ചോയ്സസ് ഒക്കെ കുറച്ച് ലിമിറ്റഡ് ആണ്. ഇന്നലെ തൊട്ട് ഓൾമോസ്റ്റ് ഫുൾ ലിക്വിഡ്സിലാണ്. ഇടയ്ക്കിടെ ജ്യൂസ് അല്ലെങ്കിൽ ഐസ്ക്രീംസ് ആണ് മെയിനായിട്ട് കഴിക്കുന്നത്.
പക്ഷേ ഇങ്ങനെ ഒന്നും എക്സസൈസ് ചെയ്യാണ്ട് ഇരിക്കുമ്പോൾ ഈ കാലറീസ് ഒക്കെ എങ്ങനെ ബേൺ ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അറ്റ്ലീസ്റ്റ് 1 or 2 weeks കഴിഞ്ഞിട്ട് സ്വെല്ലിംഗ് ഒക്കെ മാറിയാൽ വീണ്ടും എൻ്റെ വർക്കൗട്ട് ആൻഡ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പ്ലാൻ. അസർബൈജാൻ ട്രിപ്പ് പോയപ്പോൾ തൊട്ട് ബ്രേക്ക് ആയതാണ്. അപ്പം തൊട്ട് നല്ല രീതിയിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടായിട്ടുണ്ട്. സോ യെസ്, മേ ബി ഒരു 1 or 2 weeksനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പടെ കംപ്ലൈന്റ് പറയാൻ വന്നതാട്ടോ. ഇപ്പൊ വാഷ്റൂമിൽ പോയി പറഞ്ഞു ഇച്ചടി ഞങ്ങൾ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്നും കഴിച്ചില്ല. ഇടയ്ക്ക് ഐസ്ക്രീം അല്ലെങ്കിൽ തണുത്ത ജ്യൂസൊക്കെ ആയിരുന്നു കഴിച്ചിരുന്നത്. ഇപ്പോൾ ഡിന്നറിന് പോവുകയാണ്. ഇപ്പോഴും സ്ഥിരമായിട്ട് പോകുന്ന ഒരു തമിഴ് റെസ്റ്റോറൻറ്റിലാണ്. ഞാൻ ഒരു ദോശ പേഴ്സൺ ആണ്, ബട്ട് എൻ്റെ ഹസ്ബൻഡ് നോൺ വെജ് വേണം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റുന്ന ഒരു ഷോപ്പാണ് ഈ കാരസാരം, അൽനാദയിലാണ്. ഞങ്ങളെക്കാട്ടിലും ഇഷ്ടം ഇവിടെ ഇർസയ്ക്കാണ്. അവർക്ക് മറ്റേ വലിയ തൊപ്പിയുള്ള ദോശ വേണമെന്ന് പറയും. ഗീ റോസ്റ്റാണ് ഈ പറയുന്നത്. മെയിനായിട്ട് ഗഞ്ചാ കറുപ്പ് ചിക്കനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ഇപ്രാവശ്യം പോയപ്പോൾ ഞങ്ങളൊരു വേറൊരു ചിക്കൻ കഴിച്ചു. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞ ഒരു ഇച്ചിരി വലിയ പേരാണ്, ഞാൻ ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഹലോ, ഗഞ്ച ചിക്കനിലും നല്ലതോ? പിന്നെ ഇവിടുത്തെ കോമ്പോസ് ഒക്കെ അടിപൊളിയാണ്. ഇഡ്ഡലി മട്ടൻ കറി കോമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ്. പിന്നെ അപ്പം, മട്ടൻ കറി, അങ്ങനെ കുറേ മട്ടൻ ചുക്ക, പൊറോട്ട കോമ്പോസ് ഒക്കെ അടിപൊളിയാണ്. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ടി വിയിൽ ഓൾ തമിഴ് സോങ്സ് ആയിരിക്കും പ്ലേ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വിൽ ലിറ്ററലി ടേക്ക് അസ് ബാക്ക് ടു ദാറ്റ് ടൈം. പണ്ട് നമ്മൾ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ട് ടി വി കാണില്ലേ, അപ്പോൾ പ്ലേ ചെയ്യുന്ന സോങ്സ് ഉണ്ടാവുമല്ലോ. അപ്പം ഇറ്റ് വിൽ ടേക്ക് അസ് ബാക്ക് ടു ദാറ്റ് ഓൾ ഡേയ്സ്. ഇത് ആക്ച്വലി ഒരു വീക്ക് ഡേ ആണ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ ദേറ സിറ്റി സെൻറ്ററിൽ പോവാം. പക്ഷേ അവിടെ ചെന്നതും ഞാനിങ്ങനെ വ്ളോഗിൻ്റെ അരക്കെ മറന്നേ പോയി. സോ ഇത് ഞാൻ തിരിച്ച് ടാക്സിയിൽ കയറിയിട്ടുള്ള ഒരു ഷോട്ടാണ്. ഞാൻ സെഫോറയിൽ നിന്ന് ബെനഫിറ്റിൻ്റെ ഒരു ലിപ്റ്റിൻ്റെ മേടിച്ചു. അതിൻ്റെ ഷെയ്ഡ് പർപ്പിൾ. അതെനിക്ക് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്കില്ലാത്തൊരു ടൈപ്പ് ഷെയ്ഡായിരുന്നു. സോ അങ്ങനെ അത് വാങ്ങി. എനിക്ക് അതിൻ്റെ കൂടെ ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു മിനി മസ്കാരം. അങ്ങനെ വ്ളോഗ് എൻഡ് ചെയ്യാണ്. വ്ളോഗ് എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇന്നത്തെ ഡിന്നറോടെ ജസ്റ്റ് കാണിച്ചു തരാം. യൂഷ്വലി ഡിന്നറിന് ചപ്പാത്തി കറി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ ഇർസയും റിയാസ് രണ്ടുപേർക്കും കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്ന് കഞ്ഞിയും കുറച്ച് കറിയുമാണ്, പിന്നെ പായസമുണ്ട്. ഇപ്പം കഞ്ഞിയുണ്ട്. ഞാൻ ചിലപ്പോൾ ഇത് ചോറായിരിക്കും. സോ മോര്, ക്യാരറ്റ് തോരൻ, മീൻ വറുത്തത്, കടുമാങ്ങ അച്ചാർ. Thank you for watching. See you in the next vlog. Bye.